ചില മാറ്റങ്ങൾ നല്ലത് തന്നെ ആയിരിക്കില്ലേ? അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എത്ര പ്രശ്നത്തിന് നടുവിൽ നിൽക്കണവരായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പ്രോബ്ലത്തിന് മുകളിൽ പ്രോബ്ലങ്ങളാണ് തലയിൽ കയറ്റിയിരിക്കുന്നത്. സ്റ്റിൽ ഇത് അച്ഛനമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടാ. രാവിലെ ഞാൻ പല്ല് കഴിച്ചിട്ട് പോലില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല. എന്നിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്നത് ഇന്ന് ഇലക്ട്രീഷ്യൻ്റെ ആൾക്കാരൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കളയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അച്ഛനും പണിയെടുക്കുന്നുണ്ട്, ഞാനും വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഇലക്ട്രീഷ്യൻ വന്നു കഴിഞ്ഞാൽ അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ആ മണ്ണൊക്കെ ക്ലിയർ ചെയ്തിട്ടു. മണ്ണിന് താഴ്ത്തിക്ക് ഇറങ്ങണ്ടെന്ന് എഴുതിയിട്ട് പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവരും ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ഹലോ, നന്ദു ആണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഹോം ടൂർ ചെയ്യാട്ടാ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പണിയൊന്നുമില്ല, വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഒരു ഡേറ്റ് നോക്കിയിട്ട് കുറ്റിയടിക്കാനാണ് നോക്കണത്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരും. എൻ്റെ കാര്യങ്ങളൊക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് കേട്ടോ കമൻസൊക്കെ. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത വീഡിയോ കാണുക. ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹോം ടൂറിലുള്ളത്. നമ്മൾ റെൻറ്റഡ് ഹോം എടുത്തിട്ടുണ്ട്. പഴയ വീട് പൊളിച്ചിരിക്കുക. അപ്പോൾ പുതിയ റെൻറ്റഡ് ഹോമിൽ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു കണ്ടൻറ്റ് അതാണ് കേട്ടോ. ഗൈസ്, വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഷുവറായിട്ടും പറയണം. നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും പറയണം. ഓക്കെ, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഞാൻ നന്നായി വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ടൈമിൽ. നിങ്ങൾ ആദ്യമായിട്ടായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും. ഈ ടൈമിൽ എൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പുതിയ വീട്. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തോട്ടെ. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് കണ്ടുനോക്കാൻ പറയും. ഇഷ്ടമാവോ അവൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചോക്കെ. നമുക്ക് വീഡിയോ കാണാമല്ലേ? പക്ഷേ ഞാൻ കറക്കുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. വെയിലത്തെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലമാതിരി കറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വീട് കട്ടിയാട്ടെ. എന്തായാലും നമ്മുടെ വീട്ടിലിപ്പോൾ പണിയൊന്നുമില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് പോയിട്ട് ചെയ്തെടുത്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് വീട് കാണാം. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഫ്രണ്ട് വ്യൂ കാട്ടിത്തരാം ആദ്യം. ഇതൊരു കാട് പോലെ ഒരു സ്ഥലമാണ്. ഫ്രണ്ടിലേക്ക് കാടാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ വരിക. ഇതിൻ്റെ ഡോറൊക്കെ ഉണ്ടല്ലോ, പഴയ ഡോറ്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു 3 പീസായിട്ടാണ് ഡോർ ഇട്ടാ. അടിയത്തെ ഡോർ നമുക്ക് അങ്ങനെ തുറന്നു വയ്ക്കാം, പിള്ളേരൊന്നും പുറത്തേക്ക് വേണ്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 സ്ലൈഡായിട്ട് തുറക്കാൻ പറ്റും, 2 സൈഡിലേക്ക് ആയിട്ട്. നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 2 സെയിം റൂമുകളാണ്. അതിലൊരു റൂമിൽ റൈറ്റ് സൈഡിലെ റൂമിലാണ് ഞാനുള്ളത് കേട്ടോ. ഇത് ഇങ്ങനെ എന്താ പറയുക, ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളതാണ്. മീൻസ് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ ട്രാവലിംഗ് ബാഗ്, എനിക്ക് എന്താ കിട്ടിയ ട്രോഫി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ്സൊക്കെയാണ് ഞാൻ സെൽഫിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. പിന്നെ കുഞ്ഞാൻ്റെ ഡ്രസ്സ്, പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് അലമ്പാണ്. എൻ്റെ റൂമാണല്ലോ, പിന്നെ ഞാൻ അലമ്പാക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ റൂം കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തേക്ക് രാവിലെ ആകുമ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നിന്ന് എണീക്കുക. അതെല്ലാവരും പോയതിന് ശേഷവും ചിലപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴായിരിക്കും. പിന്നെ അടുത്ത റൂം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള റൂം എന്താ നമ്മുടെ പൂജാമുറിയാണ് കേട്ടോ. ഞാൻ അധികം അവിടെ കാണിക്കുന്നില്ല, പൂജ റൂം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഈ ടൈമിൽ കയറുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ട് ഞാൻ കയറുന്നില്ല. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ ഹാളിലേക്കാണ് കയറുക. ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അച്ഛൻ്റെ റൂമും ലെഫ്റ്റ് സൈഡിൽ അടുക്കള ഹാളായിട്ട് വരിക. ഇതാണ് ഹാൾ കേട്ടോ. ഹാളിൽ പ്രത്യേകിച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ണിയേണ്ട സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഇതിൽ ചായ വയ്ക്കുന്നത് മറ്റേ ഇഞ്ചക്ഷൻ കുക്കർ, പിന്നെ ഒരു ക്ലോക്ക്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ എൻ്റെ അലമാരയിൽ ആണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ ഡ്രസ്സൊക്കെ മടിക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ എനിക്ക് അങ്ങനെ വലിയ പിടുത്തില്ല. നമ്മുടെ വീട്ടിലെ പോലെ കിച്ചണൊന്നുമല്ലാത്തതുകൊണ്ട് എവിടെ എന്ത് സാധനങ്ങൾ വെച്ചാണെന്ന് പോലെ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ട് ചോറും കറിയും എവിടെ ഇരിക്കണമെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പം 2 ദിവസമായിട്ട് അറിയാം, പക്ഷേ ആദ്യത്തെ ദിവസം 2 ദിവസമൊക്കെ വന്നപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് എന്ത് സാധനങ്ങൾ. ഇപ്പോൾ എണ്ണ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ, ഉപ്പ് എടുക്കാൻ പറഞ്ഞാലോ, മുളക് എടുക്കാൻ പറഞ്ഞാലോ എനിക്കറിയാൻ വയ്യ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു സീനാണ് കേട്ടോ. പിന്നെ ഹാളിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ വീടിനേക്കാളും വലിയ വീടാണ് കേട്ടോ. കുഞ്ഞേ വീടല്ല, പക്ഷെ വലിയ വീടാണ്, നല്ല സ്പേസ് ഉള്ള വീടാണ്. നമ്മുടെ ആ വീടൊരു 800-700 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന വീടാണ്. ചെറിയ വീട് തന്നെയാണ് നമ്മുടെ ഓട് വീട് ഉണ്ടായിരുന്നത്, പക്ഷേ അത് 700-800 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടായിരുന്നു അത്ര. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അലമാരയാണ്, അമ്മ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് അവരുടെ റൂമാണ്, അച്ഛനമ്മയും. അവർക്ക് ഇവിടെ ഒരു ഫാനുണ്ട്. എൻ്റെ റൂമിൽ നോർമൽ ഫാനാണ്, എന്താ സീലിംഗ് ഫാനല്ല, എൻ്റെ ടേബിൾ ഫാനാണ്. പിന്നെ നമ്മൾ വീണ്ടും അടുക്കള കഴിഞ്ഞിട്ട് ഈ ഹാൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് 2 വാഷ്റൂമുണ്ട്. അറ്റാച്ച്ഡ് ഉണ്ട്. ഞാൻ കാണിക്കാൻ മറന്നു. എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എക്സിറ്റാണ്. ശരിക്കും ഇതിൽ കൂടെയാണ് നമ്മൾ എൻട്രി വരിക. ഇതിൽ കൂടെ വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി കാണുന്നുണ്ടോ, വഴിയാണ് ആ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക. നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്നുണ്ട്.
ആ വഴിയാണ് നമ്മൾ വരിക. അപ്പോൾ ശരിക്കും എല്ലാവരും ബാക്ക് കൂടെയാണ് കയറുക. ഫ്രണ്ടിൽ ശരിക്കും ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ആരും അത് കൂടെ വരാൻ ചാൻസസ് ഇല്ല. പിന്നെ ഞാൻ വൈകുന്നേരം കൂട്ടുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കൂടെ വാ, അപ്പം എനിക്ക് ഒറ്റ ഡോർ തുറന്നാൽ മതിയില്ലെന്ന് വെച്ചിട്ട് ഫ്രണ്ടിലത്തെ വിളിക്കും, ഫ്രണ്ടിൽ കൂടെ വന്നോന്ന് പറയും. അത്ര തന്നെ ഉള്ളൂ. പിന്നെ പുറത്തേക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയണ്ണാനൊക്കെ വരുന്ന കാണാം. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാടി സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കണ കാണാം. കുറേ കിളികളുണ്ടാവും. പിന്നെ മൗണ്ടെയിനും കാണാം. മൗണ്ടെയിൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അതിപ്പോൾ ഞാൻ ഇങ്ങനെ തെളിയിക്കുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മൗണ്ടെയിൻ ലവറാണ്. നിങ്ങൾ പുതിയ സബ്സ്ക്രൈബറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല, ഞാൻ ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഹെവി ട്രാവലറോ, സൈക്കിളിൽ 30 ദിവസമൊക്കെ കാശ്മീർക്കൊക്കെ ചവിട്ടി പോയിട്ടുണ്ട് പ്രാന്തായിട്ട്. ഇപ്പോൾ ആ വൈബൊന്നും കയറുന്നില്ലടാ, ഇപ്പോൾ ഭയങ്കര പേടിയാണ്. പണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ ഹോം ടൂറിലുള്ളത്. എൻ്റെ വീട് ഇങ്ങനെയാണ്. ഇപ്പോൾ റെൻറ്റിന് എടുത്തിട്ടുള്ളടാ 3500 രൂപ ഉള്ളൂ. കലാപമൊന്നും നമുക്കൊന്നും തോന്നുന്നില്ല, വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് വീടിൻ്റെ പണിയുടെ കാര്യത്തിനൊക്കെ ആവശ്യം വന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചാടി അവിടെ എത്താലോ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഈ വീട് എടുത്തിടുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര സൗകര്യമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനൊക്കെ. എനിക്ക് ടെറസ് വീട്ടിൽ കുറച്ച് കാലം നിൽക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, റെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഒരു 2 കിലോമീറ്ററൊക്കെ വിട്ട് കഴിഞ്ഞാൽ വേറെ വലിയ ഇതുണ്ടായിരുന്നു, വലിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 5500 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് പണിയുടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ, വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അത് പറഞ്ഞു ശരി. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ അതിലെടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്തു ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എപ്പോഴും പോയി വരാനും ഫുഡ് കഴിക്കാനും ഒക്കെ സൗകര്യമാണ്. മറ്റേത് ഭയങ്കര സീനായാണ് കേട്ടോ. ഇത് തന്നെ ഒരു 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, ഭയങ്കര നല്ല പ്ലേസായിട്ട് തോന്നി. ഗൈസ്, ഞാൻ എനിക്ക് ഇടക്കിടക്ക് കറുത്ത് തോന്നുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ട്. ഒട്ടിക്കത്തെ വെയിലത്താണ് നിൽക്കണത്. ഈ വീടിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് നോക്കിയത് എനിക്ക് രാവിലെ എണീറ്റ് വന്നിട്ട് ഈ മൗണ്ടെയിൻ കാണാൻ തന്നെയാണ്. പിന്നെ കിളികളും കണ്ണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അണ്ണൻ മലയണ്ണം വലിയ മലയണ്ണനാണ്. ഇനി കാണുകയാണെങ്കിൽ കാട്ടിയരാട്ടാ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.